സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോഴുള്ളത് മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ്. നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ ദൂരത്തിൽ ത്രയംബകേശ്വറിനടുത്തുള്ള ഹരിഹർ ഫോർട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ ഒരു ഓട്ടോറിക്ഷയിൽ ഇവിടെ ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വന്ന് ഇറങ്ങി. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇവിടുന്ന് 30 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം. ഇവിടുന്ന് ഇനി അങ്ങോട്ട് നടന്നു വേണം പോവാൻ. അത് രാവിലെ നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷന്റെ അവിടുന്ന് പോകുന്നതാണ്. ഇപ്പൊ സമയം 7 മണി ആകുന്നേ ഉള്ളൂ. ഈ ഓട്ടോറിക്ഷയിലാണ് ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയത്. ഹർഷേവാടി എന്ന് പറയുന്ന ഗ്രാമമാണിത്. അങ്ങനെ ഹരിഹർ ഫോർട്ടിന്റെ അങ്ങോട്ട് കയറാൻ പോവാണ്. ഈ കാണുന്നതാണ്, ആ മുകളിൽ കാണുന്നതാണ് ഹരിഹർ ഫോർട്ട്. ഇതാണ് മുകളിലോട്ട് കയറുന്നത്. അങ്ങ് മുകളിൽ കാണുന്ന ഭാഗമാണ് ഹരിഹർ ഫോർട്ട്. ഈ റൂട്ടാണ് കയറി പോകേണ്ടത്. ഇതിലേ കയറി ഇവിടെ 2-3 പേര് മലയാളികളെ, ഒത്തിരി പേര് കേരളത്തിൽ നിന്നുള്ള മൊത്തം ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 10-20 പേരെങ്കിലും ഇവിടെ മലയാളികളെ കണ്ടു. ഇത് കണ്ണൂരിൽ നിന്നുള്ള ആൾക്കാരാണ്. ഇവര് ഡൽഹിക്ക് പോകുന്നതാണ്. പോകുന്ന വഴിക്ക് ഇതിലേ വന്നിട്ട് പോവാണ്. പേരെങ്ങനെയായിരുന്നു ചേട്ടാ? ഷെജിൻ. ഇയാളുടെ പേരോ? നിവേദ്. ഇത് 3 പേരുണ്ട്. ഒരാളൂടെ ഉണ്ട് അപ്പുറത്ത്. ഇവരൊക്കെ മുകളിലോട്ടുണ്ട്. വഴിക്ക് വെച്ച് ഇവരെയൊക്കെ കാണാൻ വിചാരിക്കുന്നു. നിങ്ങൾ മലയാളികളാ? कहाँ से आप? मैं केरल से. 9-ാം നൂറ്റാണ്ടിനും 14-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് യാദവ ഡൈനാസ്റ്റിയിലുള്ള രാജാക്കന്മാര് ഇവിടെയുള്ള ഈ ഗോണ്ടാഘട്ട് അല്ലെങ്കിൽ ഗോണ്ട മലയിടുക്കുകൾക്ക് ഇടയിലൂടെ പാസ് ചെയ്യുന്ന ട്രേഡ് റൂട്ട് അല്ലെങ്കിൽ വ്യാപാര ഇടനാഴി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹരിഹർ ഫോർട്ട് പണി കഴിപ്പിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീട് 14-ാം നൂറ്റാണ്ടിൽ ഇത് ബാഹ്മണി സുൽത്താനേറ്റിന്റെ കയ്യിൽ അകപ്പെട്ടു. ഈ ഹരിഹർ ഫോർട്ട് അധികം താമസിയാതെ തന്നെ ബാഹ്മണി സുൽത്താൻമാരുടെ കയ്യിൽ നിന്നും അഹമ്മദ് നഗർ സുൽത്താൻമാര് ഹരിഹർ ഫോർട്ട് ഉൾപ്പെടുന്ന ഈ നാസിക് മുഴുവനായും പിടിച്ചടക്കി. പിന്നീട് കാലങ്ങളോളം നാസിക്കും ഈ ഹരിഹർ ഫോർട്ടും എല്ലാം അഹമ്മദ് നഗർ സുൽത്താനേറ്റിന്റെ കീഴിലായിരുന്നു. ഈ അഹമ്മദ് നഗർ സുൽത്താനേറ്റിലെ ശക്തനായിട്ടുള്ള ഒരു മിലിറ്ററി ജനറൽ ആയിരുന്നു മാലോജി ഭോൺസ്ലെ. മാലോജി ഭോൺസ്ലയുടെ മകനായിരുന്നു മഹാനായ ശിവജിയുടെ പിതാവായിട്ടുള്ള ഷാജി ഭോൺസ്ലെ. 1636 അതിശക്തമായ ആക്രമണത്തില് മുഗളന്മാർ ഷാജി ഭോൺസ്ലയുടെ കയ്യിൽ നിന്നും നാസിക്കും ഹരിഹർ ഫോർട്ടും എല്ലാം പിടിച്ചടക്കി. പിന്നീട് മുഗളന്മാരുടെ ആധിപത്യം ക്ഷയിച്ചതോടുകൂടി മറാത്തരുടെ കീഴിലായി ഹരിഹർ ഫോർട്ടും നാസിക്കുമെല്ലാം. അതിനുശേഷം മറാത്തരുടെ അസ്തമയത്തോടു കൂടിയിട്ട് 19-ാം നൂറ്റാണ്ടില്, കൃത്യമായിട്ട് പറഞ്ഞാൽ 1818 കൂടിയിട്ട് ബ്രിട്ടീഷ് അധിനിവേശത്തിന് കീഴിലായി ഹരിഹർ ഫോർട്ടും നാസിക്കിലെ വിവിധ പ്രദേശങ്ങളും. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഹരിഹർ ഫോർട്ടിന്റെ ഒരു ചരിത്രം. ഇതിലെയാണ് ഞാൻ കയറി വന്നത്. ഒരു ആർച്ച് പോലെയൊക്കെ ഉണ്ട്, കാണാം. ഇവിടെ നിന്നാണ് ഹരിഹർ ഫോർട്ടിലോട്ട്, കുറെ നേരമായി ഞാൻ പറയുന്നത് ഹരിഹർ ഫോർട്ടിലോട്ട് പോകുന്നത്. അവിടെ നിന്ന് എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇതുണ്ട്, എൻട്രൻസ് കാര്യങ്ങളൊക്കെ. ഇതിലെയാണ് ഞാൻ കയറി വന്നത്. ആ വഴി കൂടെയും കയറി വരാം. ഞാൻ അകത്തോട്ട് കയറി മുകളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. രാജ്പഥ് എന്നോ റൈറ്റ് പാത്ത്.
പണ്ട് ശബരിമലയ്ക്ക് പോയിരുന്ന വഴി പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ പിന്നെ ശബരിമലയിലോട്ടുള്ള വഴിയൊക്കെ കുറെ കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്, കോൺക്രീറ്റ് ചെയ്തും സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയൊക്കെ. ഏകദേശം 2 മണിക്കൂർ അടുത്ത് വേണമെന്നാണ് പറഞ്ഞേ കയറാനായിട്ട്. ഇത് മൊത്തത്തില് താഴെ ഫോറസ്റ്റിന്റെ ചെറിയൊരു ചെക്ക് പോസ്റ്റ് പോലെ എൻട്രൻസ് ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് 30 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. പ്രൊഫഷണൽ ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേറെ അഡീഷണൽ ചാർജ് ഉണ്ടെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ശകലം കയറിയപ്പോൾ തന്നെ നല്ലതായിട്ട് അണയ്ക്കുന്നുണ്ട്. ഇതിലേ കൂടിയാ കയറി വന്ന ഗുഹ പോലെയാണ് ഇരിക്കുന്നത്. ഇതാണ് കയറി വന്നേ. നല്ല കാടിൻ്റെ അകത്തൂടെയാണ്. പക്ഷികളൊക്കെ കരയുന്നൊക്കെ കേൾക്കാം നല്ലതായിട്ട്. കേരളത്തിൽ നിന്നല്ലേ? കേരളത്തിൽ നിന്നുള്ള കുറെ ചേട്ടന്മാരിവിടെ ഉണ്ട്. മലപ്പുറംകാരല്ലേ? താഴെ വെച്ചാണ് കോട്ടയം. ഇതിടയ്ക്ക് ഇവിടെ ഒരു ഇടത്താവളം പോലെയാണ്. ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ തുറന്നിട്ടൊന്നുമില്ല. ഇതിലാണ് ഞങ്ങൾ കയറി വന്നേ. ഇപ്പം ഇവിടുന്ന് നേരെ മുകളിലോട്ട് കയറി. ഇവിടെ കുറച്ച് ഭാഗത്ത് വേലി പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. എന്തായാലും കാണാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷെ ഇതിപ്പോൾ കണ്ടാലും കേരളത്തിൽ നിന്ന് ഇവിടെ എല്ലാവർക്കും എത്താൻ പറ്റുമെന്ന് നമുക്ക് സംശയം തോന്നും. പക്ഷെ കേരളത്തിൽ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇവിടെ എത്താൻ പറ്റുമെന്നുള്ള തെളിവാണ്. എൻ്റെ കൂട്ടത്തിലുള്ളവരും എൻ്റെ പുറകെ ഇനി കുറേ പേര് വരാനുണ്ട്. മലപ്പുറം കണ്ണൂരുകാരാണ് കൂടുതൽ. കോട്ടയത്ത് നിന്നുള്ളതായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. കുറേ അങ്ങ് മുകളിലോട്ട് കയറി. ഇനിയും പകുതിയും കൂടെ കയറാനുണ്ട്. ഉദ്ദേശിച്ച പോലെ അത്ര വലിയ പാടൊന്നുമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പറഞ്ഞു കേട്ടതും ഗൂഗിളിൻ്റെ അകത്തും ഒക്കെ കണ്ട് ഭയങ്കര ടഫാണെന്നാണ്. പക്ഷെ അങ്ങനെ വലിയ ടഫൊന്നുമില്ല. നമ്മളെ ശബരിമല കയറുന്നതിൻ്റെ ഒരു 5-1 പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ മുകളിൽ ആ ഫോർട്ടിൻ്റെ അടുക്കെ ചെല്ലുമ്പോഴാണ് ഏറ്റവും പാടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങോട്ട് ചെന്നിട്ടുള്ള കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറയാം. എന്തായാലും കൂട്ടത്തിൽ കുറച്ച് പേരെ കിട്ടിയോണ്ട് വർത്താനം പറയാനൊക്കെ ആളായി. ഇല്ലേ ഞാൻ ഒറ്റയ്ക്ക് ബോറടിച്ചാനേ. ഹർഷ്വാടി പാർക്കിംഗ് ആയിരിക്കും ഇവിടെ. എവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ മേല. ഹർഷ്വാടി പാർക്കിംഗ് ആയിരിക്കും. നമ്മളെ പാർക്ക് ചെയ്യുന്ന കാര്യമായിരിക്കും ഇതിൻ്റെ അകത്ത് ഉദ്ദേശിച്ചേക്കുന്നത് തോന്നുന്നത്. താഴെ ഗ്രാമങ്ങളൊക്കെ കാണാം. ഹർഷ്വാടി എന്നാണ് ഈ ഹരിഹർ ഫോർട്ടിൻ്റെ ചോട്ടിലുള്ള ഗ്രാമത്തിൻ്റെ പേര്. ഇടയ്ക്ക് ഇതുപോലെ ഒത്തിരി ഷെഡ് പോലെയുണ്ട്. അതിൻ്റെ അകത്ത് ഇവിടെയുള്ള ഈ ഗ്രാമവാസികൾ വെള്ളവും ബിസ്ക്കറ്റും മാഗി നൂഡിൽസും നാരങ്ങ വെള്ളവും ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മളൊരു സാധനവും കൈ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് വഴിയിൽ നിന്ന് കിട്ടും. ചിലപ്പം പൈസ ശക്തം കൂടുതലാകുമായിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഏകദേശം ചുവട്ടിലെത്തി. ഇനി ഇവിടുന്ന് കുത്തുകയറ്റാണ്. എന്ന് പറഞ്ഞാൽ ഇത്ര നേരം കുത്തുകയറ്റം അല്ലായിരുന്നു തോന്നുന്നു. ഇത്ര നേരം കുത്തുകയറ്റാണ്. അതിനേക്കാളും ഒരു ശക്കലം കൂടെ സ്റ്റീപ്പാണ് എന്ന് മാത്രം. കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കയറേണ്ട ഭാഗങ്ങളാണ്. എന്നാൽ കാണാൻ നല്ല രസമുണ്ട് എല്ലാം.
ആ താഴെ വെള്ളം കാണുന്ന ഭാഗത്തു നിന്നാണ് കയറി പോകുന്നത്. ഏകദേശം 1.25 മണിക്കൂറായിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട്. മൊത്തം ഒരു 1.5–1.25 മണിക്കൂർ വേണമെന്നാണ് പറഞ്ഞു കേട്ടത്. പിരമിഡ് പോലെ ഉണ്ട് കേട്ടോ. അത് കുഴിച്ചു നോക്കി അറിയാം അതിൻ്റെ അടി പോലെ പിരമിഡ് കൊണ്ടുവന്നു. അത് നോക്കി, അതിന്റെ മുകളിലൊരു ശിലാഫലകം പോലെ എന്തോ. ഈ കോട്ടയുടെ തൊട്ട് ചോട്ടിൽ വരെ എത്തി. ഇനി അങ്ങോട്ടുള്ളത് സ്റ്റെപ്പുകളാണ്, കുത്ത് സ്റ്റെപ്പുകളാണ്. താഴെ ആ വെള്ളം കാണുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ കയറി പോകുന്നത്. ഇവരും മലപ്പുറംകാരാണ്. വേറെ 2 പേരെ ഇപ്പം വഴിക്ക് വെച്ച് കണ്ടതാണ്. ആദ്യം പറഞ്ഞ പോലെയല്ല, കുറച്ചുകൂടെ പാടായി വരുന്നുണ്ട് കയറാനായിട്ട്. കൂടുതൽ കുത്തനെയുള്ള സ്ഥലമാകുമ്പോഴത്തേക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ഷെഡുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇരുന്ന് വിശ്രമിക്കാം. ചവിടത്തൊക്കെയാണ് വെള്ളവും നാരങ്ങ വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ട്. സൂപ്പറാണ്, നല്ല കാറ്റും ഒക്കെ ഉണ്ട്. ഇവിടെ ശാലിനേരം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും അതൊക്കെ മുകളിലോട്ട് കയറുവാണ്. മൂത്രം ഒഴിക്കാൻ ഇഷ്ടം പോലെ വിശാലമായ ഷോറൂം അല്ലേ, എവിടെ വേണമെങ്കിലും ഒഴിക്കത്. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആര് കൊരങ്ങനാ? ഈശ്വരാ, അത് ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു. ബാഗൊക്കെ ചെക്ക് ചെയ്യുന്നു. ഇവിടെ കൊരങ്ങന്മാരുടെ ഭയങ്കര ശല്യമാണ്. കാണാതിരിക്കും നിങ്ങൾക്ക്. ഭയങ്കരമായിട്ട് ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇവന്മാര് നമ്മളെ കയറ്റി വിടുവെന്നാണ് കയറിയവര് പറഞ്ഞത്. വെള്ളവും എന്നേലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവന്മാര് ബാഗ് തുറന്ന് അതിനകത്ത് എടുക്കുന്നതാണ്. പടിയെടുക്കുന്നതല്ല. ഇവിടെ വരുന്ന ഒരു രക്ഷയില്ല, ഭയങ്കര കഷ്ടമാണെന്നാ പറയുന്നത്. കൊരങ്ങന്മാരിട്ട് ഓടിക്കുകയാണ്. ബാഗെല്ലാം മേടിച്ച് അതിൻ്റെ അകത്തുനിന്നെല്ലാം തപ്പി നോക്കുവാണ്. ഞങ്ങളിതേ ഒരു ചെറിയ വടിയൊക്കെ എടുത്തുകൊണ്ട് കയറുവാണ്. പകുതി വഴി കയറി പോയിട്ട് ഇറങ്ങി വന്ന 1-2 പേരെ കണ്ടു. എന്തായാലും നോക്കാം. ഞങ്ങൾ ഒറ്റയ്ക്കല്ലായിരുന്നു ഭാഗ്യം. എന്തായാലും ഇവരെ കൂട്ടത്തിൽ കിട്ടിയ ഭാഗ്യം. അല്ലേ കൊരങ്ങന്മാരെ എന്നെ കൊണ്ടുപോയാൽ തിരിച്ച് ഞാൻ വരലുണ്ടാവുകയില്ലായിരുന്നു. അതെ, അപ്പുറത്തോട്ട് ഒറ്റയ്ക്ക് കയറാ. എല്ലാവരും ഒരു സൈഡിൽ കൂടെ കയറി. ആ ഓ അച്ഛാ. ആ ആ കൊരങ്ങന്മാര് ഭയങ്കര കഷ്ടമാണെന്നാണ് പറയുന്നത്. ബസിന്റെ കുറച്ച് കേറി കൊരങ്ങന്മാര് കൂട്ടിനുണ്ട്. അപകടകാരികളാണെന്നാണ് പറയുന്നത്. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നോക്കാം. കയറ്റമല്ല പ്രശ്നം, കൊരങ്ങന്മാരാണ് പ്രശ്നം. ഇവിടുത്തെ കൈ പിടിക്കാണ്ട് ചെറിയ വെട്ടുപോലെയൊക്കെ ഉണ്ടാക്കി. കൊത്ത് സെറ്റപ്പാണ് അത്, അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ? കാണാതിരിക്കാൻ കയറുന്നേ നല്ല പാടാണ് കയറാനായിട്ട്. ആദ്യം പറഞ്ഞൊക്കെ ഞാൻ തിരിച്ചെടുത്തേക്കുന്നു. ഉദ്ദേശിച്ച പോലെയല്ല, നല്ല ബുദ്ധിമുട്ടാണ്. ഇവര്
കൂട്ടത്തിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകേണ്ടി വന്നേനെ. ഒത്തിരി പേര് ഇവിടെ വന്നിട്ട് തിരിച്ച് ഇറങ്ങുവാണ്. नीचे जा रहे हैं 1 मिनट ये पकड़ेगा 1 मिनट ये भाई मैं आ गया था हाँ ये सब अंदर रख दो, नहीं तो छीन छान फोड़ फाड़ देंगे. ഇവിടെ ഇതിൽ കയറുന്നതിനേക്കാളും കഷ്ടം ഈ കുരങ്ങന്മാരുടെ കാര്യമാണ്. ഇവന്മാരാണ് പ്രശ്നം. ബാഗെല്ലാം തപ്പി അതിൻ്റെ അകത്തുനിന്നുള്ള സാധനമൊക്കെ എടുത്ത് വലിച്ചെറിയും. ഇപ്പം ഇറങ്ങിപ്പോയ ഒരാളുടെ ഫോണെല്ലാം ഇവന്മാർ വലിച്ചെറിഞ്ഞ് തല്ലിപ്പൊട്ടിച്ചു. ഒരാളുടെ പൈസയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു. എൻ്റെ ബാഗ് ഞാൻ ഈ കോട്ടിൻ്റെ അകത്താക്കി ഇട്ടേക്കുവാണ്. കാണുന്നുണ്ടായിരിക്കും കയറുന്നത്, നല്ല പാടാണ്. ആ ഹാ എന്തായാലും ഞങ്ങൾക്ക് കുരങ്ങന്മാരുടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല ഭാഗ്യത്തിന്. ഹരിഹർ ഫോർട്ട് കേരളത്തിൽ നിന്നുള്ള മലയാളികൾ കീഴടക്കിയിരിക്കുന്നു. എല്ലാവരും കൈയടിക്കേ. ഓക്കെ, അങ്ങനെ ഹരിഹർ ഫോർട്ട് കേരളത്തിൽ നിന്നുള്ള മലയാളികൾ കീഴടക്കുന്നതിന്റെ രംഗമാണ് കാണുന്നത്. എല്ലാരും കഥയൊക്കെ തുറന്ന് കയറി വരികയാണ്. ഓരോരുത്തരായിട്ട് കയറി വരികയാണ്. ഞങ്ങളൊരു 10-15 പേരുണ്ട് ഇവിടെ വന്നിട്ടാണ് കൂട്ടിമുട്ടിയെങ്കിലും. ഒരാള് തലക്കെട്ടും ഒക്കെ ആയിട്ട് കയറി വരുന്നുണ്ട്, ഒരു ചേട്ടൻ. അതിവിടെ കച്ചവടം നടത്തുന്ന ചേട്ടനാണെന്ന് തോന്നുന്നത്. ചേട്ടാ ഹായ് പോലാ. ഇല്ല, താഴെയുണ്ട്. താഴെ കുറെ പേര് നിൽപ്പുണ്ട്. അവരെ നോക്കി നിൽക്കുവാന്ന് തോന്നുന്നു. അവർക്ക് വേറെ ഇരയെ കിട്ടിക്കഴിഞ്ഞാ എടുക്കുവാണ്. ആ എന്നാ പറ്റി? കാലോ? ആ ഓ തീർച്ചയായിട്ടും. അങ്ങനെ ഞങ്ങൾ വീണ്ടും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മുകളിലോട്ട് കയറുവാണ്. വാ മോനെ വാ. കോട്ടയുടെ പകുതി കീഴടക്കിയുള്ളൂ, ബാക്കി പകുതിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുരങ്ങനാണ്. ഞങ്ങളുടെ കയ്യിൽ ബാഗ് കണ്ടിട്ട് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. പവർ ബാങ്ക് ഉണ്ട് എൻ്റെ. ശ്രദ്ധിച്ചോണേ, ഇമാര് ഇതിലേക്ക് കയറി വരുന്ന പറയാൻ പറ്റിയതാ. നമ്മളെ പോലെ അല്ല അഭ്യാസികളോ ഇമാര്. കടത്തനാടൻ കളരി കടന്ന് വന്നവന്മാരാ. ഒരു സെക്കൻഡ് എന്നെ ഒന്ന് പിടിച്ചോണേ. കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുടെ കയ്യിൽ നിന്ന് വടി താഴെ പോയി. മുകളിലോട്ട് പോകണമെങ്കിൽ കുരങ്ങന്മാരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വടി അത്യാവശ്യമായതുകൊണ്ട് തിരിച്ച് താഴെ ഒരു 8-10 സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി വടി എടുത്തുകൊണ്ട് വരികയാണ്. ഈ ഭാഗം ഗുഹ പോലെയാണ്, പാറയ്ക്കകത്തൂടെയാണ് തുറഞ്ഞു കയറി പോയിരിക്കുന്നത്. ഇതെങ്ങനെ ഇത്രയും തുളച്ച് ചെയ്തു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. ശരിക്കും അത്ഭുതം തന്നെയാണ്. ഇത്രയും പാറയ്ക്കകത്തൂടെ ഈ ടെക്നോളജി ഒന്നും ഇത്രയും ഡെവലപ്പ് ചെയ്യാത്ത കാലത്ത് ഇത്രയും തുളച്ച് സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയെന്നുള്ളത്.
മല തുരന്നാണ് കയറി പോരുന്നത്. ഒരുമാതിരി വെട്ടുകല്ല് പോലത്തെ ഒരു സൈസ് പാറയാണ് ഇത് കണ്ടിട്ട്. സാൻഡ് സ്റ്റോൺ ആണെന്നാ തോന്നുന്നത് കണ്ടിട്ട്. ഇവിടെ ഒരു ഇടത്താളമുണ്ട്, എല്ലാരും ഇവിടെ റെസ്റ്റ് എടുക്കുവാണ്. ഇവിടുന്ന് ഞങ്ങള് കുറച്ച് നാരങ്ങാവെള്ളം കുടിക്കാന്ന് വെച്ചു. ഈ ചേട്ടൻ നാരങ്ങാവെള്ളം എടുക്കുവാണ്. ഇവിടെ ഈ തൊട്ട് താഴെയുള്ള ഗ്രാമത്തിലാണ്, ഹെർഷവാടി എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേര്. മലപ്പുറം മച്ചാന്മാരാണ് ഇരിക്കുന്നതെല്ലാം. നിങ്ങൾ മലപ്പുറം അല്ലേ? ആ, ഞാൻ അറിഞ്ഞില്ല മലപ്പുറത്ത് നിന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ പോന്നേനെ. ഇവിടുന്ന് ഞങ്ങൾ നാരങ്ങാവെള്ളം ഒക്കെ കുടിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും മുകളിലോട്ട് കയറുവാണ്. ഇനി ഒരു 10-15 മിനിറ്റും കൂടെ മുകളിലോട്ട് കയറണമെന്നാണ് ആ നാരങ്ങാവെള്ളം പിഴിഞ്ഞു വന്ന അവിടുത്തെ ആ പയ്യൻ പറഞ്ഞത്. മൂന്ന് കുളമുണ്ട് ഇതുപോലത്തെ. കല്ല് വെട്ടിയെടുത്തായിരിക്കണം. വേറെ ആൾക്കാരും ഒക്കെ കയറി വരുന്നുണ്ട്. ആ ഓറഞ്ച് കൊടി കാണുന്നിടം വരെയാണ് കയറേണ്ടത്. അതിനപ്പുറത്തോട്ട് പിന്നെ ഇല്ല. കോട്ട പോലെ ഒന്നും കാണുന്നില്ല. ഇവിടെ ചെറിയ എന്തോ പ്രതിഷ്ഠയുണ്ട്. ഹനുമാന്റെ പ്രതിഷ്ഠയാണെന്ന് തോന്നുന്നു. അതോ ദേവിയാണോ? ഇവിടെ ഒരു ഹനുമാനാണ്. വാലൊക്കെ ഉണ്ട്. ഇവിടെയുണ്ട് കുറച്ചുകൂടെ വലിയൊരു കുളം. വേണേ ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം. ഇതിവിടെ നമ്മൾ ഹരിഹർ ഫോർട്ട് വെച്ച് കണ്ട കൂട്ടുകാരാണ്. ഇവരെല്ലാരും ഡിഗ്രിക്ക് പഠിക്കുന്ന പിള്ളേരാണ്. തിരൂര് കോളേജിലാണ്. അപ്പൊ ഓക്കെ, ബൈ. ഇപ്പൊ കണ്ട ആൾക്കാര് കുറച്ചു പേരുണ്ട്, അവര് തിരിച്ചുപോയി. പല സ്ഥലത്തു നിന്നുള്ളതാണ്, പാലക്കാട്, തൃശ്ശൂര്, തിരൂര്. അപ്പം അവർക്ക് ഉള്ള വണ്ടി 10:30 വരും. അതുകൊണ്ട് അവര് അങ്ങ് മുകളിലോട്ട് കയറാൻ നിന്നില്ല, അവര് തിരിച്ചു പോയി. എന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മലപ്പുറത്ത് നിന്നുള്ള കുറച്ച് പേര് മുകളിലോട്ട് കയറിപ്പോയി. ഞാൻ ഇവരോട് വർത്താനം പറഞ്ഞ് നിന്നുകൊണ്ട് താമസിച്ചു. ഞാനിപ്പോ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ടോപ്പിലോട്ട്. ഇവിടെ ഇങ്ങനെ എന്തോ ആചാരം പോലെ കല്ലിങ്ങനെ മുകളിൽ അടുക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയാൻ വയ്യ. ഒത്തിരി സ്ഥലത്തുണ്ട് അതുപോലെ. ഇവിടെ എല്ലാം ചെറിയ വാട്ടർ ടാങ്ക് പോലെ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഉദ്ദേശിച്ച പോലെ അത്ര കഷ്ടപ്പാടൊന്നും ഇല്ലായിരുന്നു കയറാനായിട്ട്. ഇടയ്ക്ക് ഒരു കുറച്ച് ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നേ ഉള്ളൂ. അവിടുന്ന് 2-3 ഗ്ലാസ് നാരങ്ങാ വെള്ളവും പിന്നെ കൈ കൊണ്ടുവന്ന ഒരു കുപ്പി വെള്ളത്തിനകത്ത് ഒരു ശകലവും കുടിക്കേണ്ടി വന്നുള്ളൂ. ഭക്ഷണമൊന്നും കഴിക്കേണ്ടി വന്നില്ല. ഈ മലപ്പുറത്തു നിന്നുള്ള നൗഷാദും പാർട്ടീസും ഒക്കെ തന്നെ ചെറിയൊരു ചേർത്തപ്പഴത്തിന്റെ കഷ്ണം മാത്രമേ കഴിച്ചുള്ളൂ. രാവിലെ വേറൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. ബിസ്ക്കറ്റൊക്കെ ബാഗിൽ ഇരിപ്പുണ്ട്. കുരങ്ങന്മാരെ പേടിച്ചൊന്നും വെളിയിൽ എടുത്തിട്ടില്ല. എന്തായാലും അവിടെ ആൾക്കാർ നിൽക്കുന്ന കാണാം. അവരങ്ങ് മുകളിൽ ചെന്ന്, ഇവിടെ കോട്ട എന്ന് പറയാൻ പാകത്തിനുള്ള ഒരു സംഭവമൊന്നുമില്ല. ഇടയ്ക്ക് ഒരു ശകലം ഭാഗത്ത് മാത്രം കല്ലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളേ ഉള്ളൂ. കോട്ടയായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് ഹരിഹർ ഫോർട്ട് എന്ന് പറയുന്നതെന്നുള്ളത് അറിയാൻ വയ്യ. ഇതുണ്ട് 2-3 പട്ടിക്കുട്ടികൾ ഇവിടെ കാണുന്നുള്ളൂ. അവിടെ വേറെ ഒരു 5-6 എണ്ണം കൂടെ ഉണ്ട്. കുറെ എണ്ണം ഉണ്ട്. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷെ ഇവന്മാര്
മാന്തോ അടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് ഇറങ്ങിയ പുറകെ പോയി കുത്തിവെക്കാൻ പോകേണ്ടി വരും. തള്ളപ്പട്ടിയെ ഇവിടെ ഒന്നും കാണുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും. കാണാൻ നല്ല രസമുണ്ട് എന്തായാലും. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെയെല്ലാം. മേഘത്തിന്റെ നല്ല ഹൈറ്റിലാണ്, മേഘത്തിന്റെ ഇടയ്ക്കാണ് നമ്മൾ നിൽക്കുന്നത്. താഴെയൊക്കെ മേഘങ്ങൾ ഇങ്ങനെ പോകുന്ന കാണാം കുറേശ്ശെ. കൃഷിസ്ഥലങ്ങളൊക്കെ ഉണ്ട് താഴെ കാണാം. ഹർഷേവാടി എന്ന് പറയുന്ന ഗ്രാമമാണ്. അപ്പുറത്ത് വേറെ കുറെ ഗ്രാമത്തിന്റെ അതുകൂടെ കയറി വരാം. അത് കുറച്ചുകൂടെ ലോങ് റൂട്ടാണ്. ഞങ്ങളിവിടെ ത്രയംബകേശ്വരിൽ നിന്ന് ഷോർട്ടസ്റ്റ് റൂട്ടാണ്. ഒരു 15 കിലോമീറ്റർ ഉണ്ട് ഈ ഹർഷേവാടി എന്ന് പറയുന്ന ഗ്രാമത്തിലോട്ട്. അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. ഈ സ്ഥലത്ത് ഹരിഹർ ഫോർട്ട് എന്നുള്ള പേരിൽ മാത്രമേ ഉള്ളൂ ഫോർട്ട്, അല്ലാതെ ഇവിടെ ഫോർട്ടൊന്നുമില്ല. അവിടെ മുകളിലും എന്തോ ചെറിയൊരു പൊടിയൊക്കെ കാണുന്നുണ്ട്, ചെറിയ ഷെഡ് പോലെ. നമ്മൾ വന്ന സ്ഥലമല്ല, ഞങ്ങൾ വന്നത് ഈ ഭാഗത്തൂടെയാണ്. എന്തായാലും അടിപൊളി വ്യൂ ആണ്. ഇത് താഴോട്ടുള്ള വഴിയാണ്. ഇത് വേറെ റൂട്ടാണെന്ന് തോന്നുന്നു. ഇതിലേയും കയറി വരാമെന്നാ തോന്നുന്നത്. താഴെ കൂടെ വഴിയൊക്കെ ഇങ്ങനെ കാണാം. വഴിയാണോ വെള്ളം ഒഴുകിയ വഴിയാണോ എന്നറിയാലോ. ഭയങ്കര കാറ്റാണ്. ഇത്രയും ഉയരത്തിലായതുകൊണ്ടായിരിക്കണം, നല്ല കാറ്റാണ് ശരിക്കും. നമ്മുടെ മേത്ത് കാറ്റടിച്ചിട്ട് നമ്മളിവിടുന്ന് ആടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ കാറ്റാണ്. അങ്ങനെ ഫൈനൽ അസെൻറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ നടത്തമാണ്. ഇവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തും, ഹരിഹർ ഫോർട്ടിന്റെ ഏറ്റവും ടോപ്പില്. എൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് വെച്ച് കണ്ട് ഒരുമിച്ച് വന്നവർ കുറച്ച് പേരൊക്കെ കയറിയിട്ട് ഇറങ്ങുന്നുണ്ട്. കുറച്ച് പേര് താഴെ നിന്ന് കയറി വരുന്നേ ഉള്ളൂ. ഏറ്റവും ടോപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലയിൽ ചെറുതായിട്ട് മസിൽ കയറുന്ന പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ടൊന്ന് നിന്നാണ്. ഇതുവഴിയും കയറി വരാം, ഇതിലേയും കയറി വരാം. ഈ ഭാഗത്തെ ഏറ്റവും പൊങ്ങിയ ഭാഗമാണിത്, പൊക്കമുള്ള ഭാഗമാണ്. ഇതെന്തുമാത്രം കഷ്ടപ്പെട്ട് ഇറങ്ങുന്നത് കണ്ടാ അറിയാം ഇങ്ങോട്ട് കയറുന്നതിന്റെ കഷ്ടപ്പാട് എത്രയാന്നുള്ളത്. നിങ്ങൾ കേരളത്തിൽ നിന്നാ? എന്നാ പിന്നെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇന്ത്യ ഒന്നും അറിയില്ലായിരുന്നു. എവിടുന്നാ നിങ്ങള്? പട്ടാമ്പി. ഞാന് കോട്ടയം. ഇത് പട്ടാമ്പി എന്നുള്ളവരാണ്. മൊത്തം ഹരിഹർ ഫോർട്ട് കേരളത്തിൽ തീരെ എഴുതി കൊടുത്തേക്കാണ്. ഇവിടെ ഫുള്ള് മലയാളികളാണ്, വളരെ കുറച്ച് പേരെ ഹിന്ദിക്കാരൊക്കെ വരുന്നുള്ളൂ. അങ്ങനെ ഞാനും ഹരിഹർ ഫോർട്ട് കീഴടക്കി. കൂട്ടത്തിൽ ഉള്ളവരൊക്കെ താഴോട്ട് ഇറങ്ങി. കുറച്ച് പേര് വീണ്ടും കയറി വരുന്നുണ്ട്. കുഴപ്പമില്ല, കയറാനൊക്കെ കുറച്ച് കഷ്ടപ്പാടാണ്, എന്നാലും ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് കുറച്ച് ശരീരമൊക്കെ ഒന്ന് ഹീറ്റ് ആക്കിയിട്ട് ഒരാഴ്ച പോരുന്നതാണ് നല്ല. അല്ലെങ്കിൽ ചെറുതായിട്ട് മസിൽ കയറുമോ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, സ്റ്റീപ്പായിട്ടുള്ള കയറ്റമായതുകൊണ്ട്. ഇവിടെ ഒരു കൊടിയൊക്കെ നാട്ടിയിട്ടുണ്ട് ശിവജിയുടെ.
എന്തായാലും ഇവിടെ നിന്ന് കാണാനായിട്ട് സൂപ്പറാണ്, പറയാതിരിക്കാൻ പറ്റിയല്ല, അടിപൊളി. एक बार एक ഇനിയിപ്പോൾ തിരിച്ച് താഴോട്ട് ഇറങ്ങാൻ പോവാണ്. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ അടുത്ത ഭാഗമായിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം തന്നെ കുറേ സമയമായി, അതുകൊണ്ട് ഹരിഹർ ഫോർട്ടിൻ്റെ ഈ വീഡിയോ ഇവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ഭാഗത്തിൽ താഴോട്ടിറങ്ങുന്നത് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, ശുഭ യാത്ര.